ചരിത്രത്തിലെന്നും സമാനതകളില്ലാത്ത ഒരു ഏടാണ് ഫ്രഞ്ച് വിപ്ലവം. വെറും മിനിറ്റുകൾക്കുള്ളിൽ ലോകത്തെ പിടിച്ചുലച്ച ആ മഹത്തായ വിപ്ലവത്തിന്റെ കഥ നാം ഇവിടെ പറയും. വെർസൈൽസ് കൊട്ടാരത്തിന്റെ പൊൻകോട്ടകൾക്കും കൊടും ദാരിദ്ര്യത്തിൽ ഉഴറിയ ലക്ഷക്കണക്കിന് ജനങ്ങൾക്കുമിടയിൽ ജ്വലിച്ച ഒരു അഗ്നിപർവ്വതമായിരുന്നു അത്. വെറുമൊരു രാജഭരണം മാറ്റിയെടുക്കലായിരുന്നില്ല, സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ലോകം കെട്ടിപ്പടുക്കാനുള്ള ഒരു ജനതയുടെ പോരാട്ടമായിരുന്നു അത്. ചരിത്രത്തെ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ആവേശം പകരുന്ന ഈ യാത്രയിലേക്ക് സ്വാഗതം. ഫ്രഞ്ച് വിപ്ലവത്തിന് പിന്നിൽ നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമതായി ഫ്രാൻസിന്റെ സാമൂഹിക ഘടന. പുരോഹിതരും പ്രഭുക്കന്മാരും അടങ്ങുന്ന ആദ്യ 2 എസ്റ്റേറ്റുകൾക്ക് യാതൊരു നികുതിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ രാജ്യത്തെ 97% വരുന്ന സാധാരണക്കാർ, കർഷകർ, തൊഴിലാളികൾ, ഇടത്തരക്കാർ എന്നിവർക്ക് മേൽ ഭീമമായ നികുതി ചുമത്തി. ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത അവസ്ഥ. അവർക്ക് ബ്രെഡ് ഇല്ലെങ്കിൽ കേക്ക് കഴിയട്ടെ എന്ന് മേരി ആന്റോനേറ്റ് പറഞ്ഞെന്ന് പറയുന്ന കഥ ആ കാലഘട്ടത്തിലെ രാജകുടുംബത്തിന്റെ ധൂർത്തും ജനങ്ങളോടുള്ള അവജ്ഞയും എത്രത്തോളമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. കൂടാതെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഫ്രാൻസ് നൽകിയ പിന്തുണയും തുടർന്നുള്ള യുദ്ധങ്ങളും രാജ്യത്തെ സാമ്പത്തികമായി തകർത്തു. ഈ പ്രതിസന്ധി മറികടക്കാൻ ലൂയി 16 ജനങ്ങൾക്ക് മേൽ കൂടുതൽ നികുതി ചുമത്താൻ തീരുമാനിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിന് തിരികൊളുത്തിയ ഒരു പ്രധാന ശക്തി അക്കാലത്തെ പ്രമുഖ തത്വചിന്തകരുടെ ആശയങ്ങളായിരുന്നു. വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ തുടങ്ങിയ ചിന്തകർ തങ്ങളുടെ എഴുത്തുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും രാജാക്കന്മാരുടെ ദൈവിക അവകാശങ്ങളെയും പൗരോഹിത്യത്തിന്റെ ആധിപത്യത്തെയും ചോദ്യം ചെയ്തു. വോൾട്ടയർ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിച്ചു. റൂസോ തന്റെ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിലൂടെ ജനങ്ങളുടെ പരമാധികാരത്തെയും ഭരണം ജനഹിതമനുസരിച്ചായിരിക്കണമെന്നും വാദിച്ചു. മോണ്ടസ്ക്യൂ ദി സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന കൃതിയിലൂടെ അധികാര വികേന്ദ്രീകരണത്തിന്റെയും സെപ്പറേഷൻ ഓഫ് പവേഴ്സ് പ്രാധാന്യം ഊന്നി പറഞ്ഞു. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ അധികാരം 3 വിഭജിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഈ ആശയങ്ങൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന വിപ്ലവത്തിന്റെ മുദ്രാവാക്യത്തിന് അടിത്തറയിട്ടു. ജനങ്ങൾക്ക് പുതിയൊരു ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പ്രചോദനമായി. 1789 മെയ് മാസത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ലൂയി 16 എസ്റ്റേറ്റ്സ് ജനറൽ സമ്മേളനം വിളിച്ചു ചേർത്തു. നൂറ്റാണ്ടുകളായി നടക്കാത്ത ഒരു സമ്മേളനം. എന്നാൽ 3 എസ്റ്റേറ്റ്സിന്റെ ആവശ്യങ്ങൾ രാജാവും ആദ്യ 2 എസ്റ്റേറ്റുകളും അവഗണിച്ചു. വോട്ടിംഗ് രീതിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ 1789 ജൂൺ 20 3 എസ്റ്റേറ്റ് പ്രതിനിധികൾ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ ഒത്തുചേർന്നു. ഫ്രാൻസിന് ഒരു പുതിയ ഭരണഘടന ലഭിക്കുന്നതുവരെ പിരിയില്ല എന്നവർ പ്രതിജ്ഞയെടുത്തു. ഇതാണ് ചരിത്ര പ്രസിദ്ധമായ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അതേസമയം പാരീസിൽ ജനങ്ങൾക്കിടയിൽ ഒരു പ്രക്ഷോഭം ആളിക്കത്തുകയായിരുന്നു. കിംവദന്തികൾ പരന്നു. രാജാവ് സൈന്യത്തെ ഉപയോഗിച്ച് ജനങ്ങളെ അടിച്ചമർത്താൻ ഒരുങ്ങുകയാണെന്ന്. 1789 ജൂലൈ 14 പ്രകോപിതരായ ജനക്കൂട്ടം ബാസ്റ്റേൽ കോട്ട തകർത്തു. ഇത് വെറുമൊരു ജയിൽ തകർക്കലായിരുന്നില്ല, രാജവാഴ്ചയുടെ അധികാരത്തിനെതിരായ ജനങ്ങളുടെ വിജയഭേരിയായിരുന്നു. ഈ സംഭവം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഔദ്യോഗികമായ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. ബാസ്റ്റേൽ കോട്ടയുടെ പതനത്തിന് ശേഷം 1789 ഓഗസ്റ്റ് 26 ദേശീയ അസംബ്ലി മനുഷ്യാവകാശങ്ങളുടെയും പൗരന്റെയും പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ അംഗീകരിച്ചു. ഇത് സ്വാതന്ത്ര്യം, സമത്വം, അഭിപ്രായ സ്വാതന്ത്ര്യം, സ്വത്തവകാശം തുടങ്ങിയ മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകി. ഒരു പുതിയ ഫ്രാൻസിന്റെ അടിത്തറയിടുകയായിരുന്നു ഇത്. എന്നാൽ രാജകുടുംബം ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. 1791 ജൂണിൽ ലൂയി 16 മേരി ആന്റോനൈറ്റും ഫ്രാൻസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ വാരൻസ് എന്ന സ്ഥലത്ത് വച്ച് അവർ പിടിക്കപ്പെട്ടു. ഇത് രാജാവിനോടുള്ള ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായും ഇല്ലാതാക്കി. ഫ്രാൻസ് ഒരു ഭരണഘടനാപരമായ രാജവാഴ്ചയായി മാറി. എന്നാൽ യൂറോപ്പിലെ മറ്റ് രാജാക്കന്മാർക്ക് ഈ വിപ്ലവം ഒരു ഭീഷണിയായി തോന്നി. 1792 ഓസ്ട്രിയയും പ്രഷ്യയും ഫ്രാൻസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ യുദ്ധം ഫ്രാൻസിൽ ദേശീയതയുടെ വികാരം ആളിക്കത്തിച്ചു. രാജകുടുംബം വിദേശ ശക്തികളുമായി രഹസ്യബന്ധം പുലർത്തുന്നുവെന്ന ആരോപണം ശക്തമായി. 1792 ഓഗസ്റ്റ് 10 ജനങ്ങൾ രാജകുടുംബത്തെ തടവിലാക്കി. രാജഭരണം അവസാനിച്ചു. ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. ലൂയി 16 രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ ചെയ്യപ്പെട്ടു. 1793 ജനുവരി 21 ജനങ്ങളുടെ മുന്നിൽ വച്ച് ലൂയി 16 ഗില്ലിറ്റൻ ഉപയോഗിച്ച് വധിച്ചു. 9 മാസങ്ങൾക്ക് ശേഷം മേരി ആന്റോനൈറ്റും ഇതേ ഗില്ലിറ്റൻ കഴുത്തറത്തു കൊന്നു. ഒരു രാജാവിനെ ജനങ്ങൾ പരസ്യമായി വധിക്കുക എന്നത് ലോക ചരിത്രത്തിൽ അസാധാരണമായ ഒരു സംഭവമായിരുന്നു. രാജാവിനെ വധിച്ചതിനു ശേഷം ഫ്രാൻസിൽ
ഒരു വലിയ രാഷ്ട്രീയ ശൂന്യതയും അരാജകത്വവും ഉടലെടുത്തു. ഇതിനിടയിൽ പബ്ലിക് സേഫ്റ്റി കമ്മിറ്റി എന്ന ഒരു സമിതി അധികാരത്തിൽ വന്നു. മാക്സിമിലിയൻ റോബസ്പിയറി ആയിരുന്നു ഇതിന്റെ തലവൻ. വിപ്ലവത്തിന്റെ ശത്രുക്കളെ ഇല്ലാതാക്കുക എന്ന പേരിൽ 1793 മുതൽ 1794 വരെ ഫ്രാൻസ് ഭീകരവാഴ്ച ദി റെയിൻ ഓഫ് ടെറർ എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി. 10,000-കണക്കിന് ആളുകളെ പലപ്പോഴും ചെറിയ കുറ്റങ്ങൾക്ക് പോലും ഗില്ലിറ്റിൻ ഉപയോഗിച്ച് വധിച്ചു. സംശയത്തിന്റെ പേരിൽ ആർക്കും ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. ഒടുവിൽ റോബസ്പിയറിന്റെ സ്വന്തം സമിതിയിൽ അംഗങ്ങൾ തന്നെ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. 1794 ജൂലൈയിൽ റോബസ്പിയറെയും ഗില്ലിറ്റിൻ ഉപയോഗിച്ച് വധിച്ചു. റോബസ്പിയറുടെ പതനത്തിന് ശേഷം ഫ്രാൻസിൽ ഒരു പുതിയ ഭരണ സംവിധാനം നിലവിൽ വന്നു. ഡയറക്ടറി 5 അംഗങ്ങളുള്ള ഒരു സമിതിയായിരുന്നു ഇത്. എന്നാൽ ഡയറക്ടറിയുടെ ഭരണം ദുർബലവും അഴിമതി നിറഞ്ഞതുമായിരുന്നു. ഈ സമയത്താണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന ഒരു യുവ സൈനികൻ തന്റെ കഴിവ് തെളിയിച്ച് ഉയർന്നു വരുന്നത്. വിപ്ലവാനന്തരമുള്ള ഫ്രാൻസിന്റെ സൈനിക വിജയങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നെപ്പോളിയൻ 1799 ഒരു സൈനിക അട്ടിമറിയിലൂടെ ഡയറക്ടറെ പുറത്താക്കി ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു. പിന്നീട് അദ്ദേഹം ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ചു. നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളെ ലോകമെമ്പാടും വ്യാപിപ്പിച്ചു. അദ്ദേഹത്തിന്റെ നിയമനിർമ്മാണങ്ങൾ, പ്രത്യേകിച്ച് നെപ്പോളിയൻ കോഡ്, ഇന്നും പല രാജ്യങ്ങളിലും നിയമത്തിന്റെ അടിസ്ഥാനമാണ്. ഒരു ദശാബ്ദത്തോളം യൂറോപ്പിന്റെ ഗതി നിയന്ത്രിച്ച നെപ്പോളിയൻ 1812 റഷ്യൻ ആക്രമണത്തിലെ കനത്ത നഷ്ടങ്ങൾക്ക് ശേഷം ദുർബലനായി. യൂറോപ്യൻ ശക്തികൾ ഒരുമിക്കുകയും 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ അന്തിമമായി പരാജയപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തെ സെന്റ് ഹെലീന ദ്വീപിലേക്ക് നാടുകടത്തി. യൂറോപ്പിന്റെ പഴയ അതിർത്തികൾ പുനഃസ്ഥാപിക്കാൻ വിയന്ന കോൺഗ്രസ് ചേർന്നു. നെപ്പോളിയന്റെ പതനത്തിന് ശേഷം ഫ്രാൻസിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ടുവെങ്കിലും വിപ്ലവ ആശയങ്ങൾ ജനമനസ്സിൽ ശക്തമായി തുടർന്നു. 1830, 1848 വർഷങ്ങളിൽ പുതിയ വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. തുടർന്ന് നെപ്പോളിയന്റെ അനന്തരവൻ ലൂയിസ് നെപ്പോളിയൻ ബോണപ്പാർട്ട് 2ാം സാമ്രാജ്യം സ്ഥാപിച്ചു. എന്നാൽ 1870 ഫ്രാൻകോ പ്രഷ്യൻ യുദ്ധത്തിലെ പരാജയം സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം കുറിച്ചു. തുടർന്ന് 3ാം റിപ്പബ്ലിക് നിലവിൽ വന്നു. ഈ കാലഘട്ടത്തിൽ ഫ്രാൻസ് 1ാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ചു. 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മൻ അധിനിവേശത്തിലായിരുന്ന ഫ്രാൻസിനെ ചാൾസ് ഡി ഗോളിന്റെ നേതൃത്വത്തിലുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം മോചിപ്പിച്ചു. യുദ്ധാനന്തരം ഫ്രാൻസിന്റെ വലിയ കൊളോണിയൽ സാമ്രാജ്യം തകർന്നു. അൾജീരിയ, ഇൻഡോ ചൈന തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വാതന്ത്ര്യ സമരങ്ങൾ ഫ്രഞ്ച് സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. തുടർന്ന് ചാൾസ് ഡി ഗോൾ പുതിയ ഭരണഘടന അവതരിപ്പിച്ച് 5ാം റിപ്പബ്ലിക് സ്ഥാപിച്ചു. യൂറോപ്യൻ യൂണിയന്റെ രൂപീകരണത്തിൽ ഫ്രാൻസ് നിർണായക പങ്ക് വഹിച്ചു. ഇന്ന് ഫ്രാൻസ് ലോകത്തിലെ ഒരു പ്രധാന സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ ശക്തിയാണ്. ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് നൽകിയ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്നും ഫ്രാൻസിന്റെ അടിസ്ഥാന മൂല്യങ്ങളായി നിലനിൽക്കുന്നു. ചരിത്രത്തെ മാറ്റിമറിച്ച ഈ മിനിറ്റുകൾ നിങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഒന്നിക്കാം.